ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാടാണുള്ളത്. ഇന്നത്തെ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡിന്റെ സെക്കൻഡ് ലോക്ക്ഡൌൺ ഫേസ് മുതൽ ഇന്നേ വരെ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കിടിലൻ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇതാണ് ഹസീസ് കിച്ചൺ. ആശിഷ് വിദ്യാർത്ഥി പോലെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ഇവിടെ വന്ന് കഴിച്ച് വളരെ നല്ല ഫുഡാണെന്ന് പറഞ്ഞപ്പോ നമുക്കും ഒരു കൗതുകം. അപ്പൊ ഇവിടെ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ ബിൽഡിങ്ങിന്റെ താഴെയുള്ള ഈ ഒരു ഫ്ലോർ ആണ് ഇവരുടെ റെസ്റ്റോറന്റ് ഏരിയ ആയിട്ട് വരുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് റെഫ്രിജറേറ്റർ ആണ്. ഇതിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന പലതരം ജ്യൂസുകളും അതേപോലെ പുഡിങ്ങുകളും ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ അടുത്തൊന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും പുഡിംഗ് എവിടെയും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നാച്ചുറൽ പുഡിംഗ് എവിടെയും ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകമായി തോന്നി. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു റിസപ്ഷൻ ഏരിയ. തൊട്ടടുത്ത് തന്നെ വിശാലമായ ഇവരുടെ ഓപ്പൺ ഡൈനിങ് സ്പേസും കാണാം. ഇവിടെ തന്നെ ഒരു ചെറിയ കോമൺ ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് 2 4 സീറ്റേഴ്സ് ഉള്ള ക്യൂബിക്കൽസ് പോലെ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൂൾ, കോംഫി ആൻഡ് കോസി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. അതേപോലെ സാധാ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഏകദേശം 2-2:30ക്കാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോഴും നല്ല ജാം പാക്ഡ് ക്രൗഡാണ്. എന്താണ് ഇവിടെ ഇത്രമാത്രം തിരക്ക്? അത് ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ കാണുന്നത് ഇവരുടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ കോമൺ ഡൈനിങ് ഏരിയയിൽ തന്നെ ഇരിക്കാം. ഇവിടെ വാൾസും വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. വളരെ സിമ്പിൾ മെനു ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതും ബിരിയാണി മീൽസും കൂടാതെ പലതരത്തിലുള്ള വെറൈറ്റി നാടൻ ഫുഡും കറികളും അതേപോലെ ഫ്യൂഷൻ ഐറ്റംസും ഒക്കെയാണ് കണ്ടത്. അതും വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ ഒപ്പം ഇവരുടെ സ്നാക്സും ഡെസേർട്സും ജ്യൂസസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവർ സജസ്റ്റ് ചെയ്ത കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അതിൽ ആദ്യം എത്തിയത് ഈ ഒരു സംഭവമാണ്. പിന്നെ ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത ഇവരുടെ സ്പെഷ്യൽ ബിരിയാണി എത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ റൈത്തയും ഉണ്ട്, അച്ചാറും ഉണ്ട്, ഒരു ചമ്മന്തിയും ഉണ്ട്. അപ്പൊ ഇതാണ് പാൽ കപ്പ വിത്ത് ബീഫ് ഫ്രൈ. നമ്മൾ പലയിടത്തു നിന്നും പാൽ കപ്പ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ എല്ലാം ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് കറി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീഫ് ഫ്രൈ ആയിട്ട് കഴിക്കുന്നത്. നമുക്ക് എന്തായാലും പാൽ കപ്പ ബീഫ് ഫ്രൈയും കൂട്ടി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ ബീഫ് ഫ്രൈ ആൻഡ് പാൽക്കപ്പ. അതായത് ഭയങ്കര സോഫ്റ്റ് പാൽക്കപ്പ, അതിന്റെ കൂടെ നാടൻ മൊരിഞ്ഞ ബീഫ് ഫ്രൈയും കൂടി ആയപ്പോ ഒരു രക്ഷയില്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ഫ്രൈ എത്തി. അപ്പൊ ഇതാണ് ഇവരുടെ പ്രോൺസ് ഫ്രൈ. നല്ല മൊരിഞ്ഞ തവ ഫ്രൈ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നല്ല കിടിലൻ തവ ഫ്രൈഡ് പ്രോൺസ് ആണ്. അതും നല്ല ഫ്രഷ് പ്രോൺസ്. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇവരുടെ സ്പെഷ്യൽ മസാലയും വരുന്നുണ്ട്. ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ ചെമ്മീൻ ഫ്രൈ. അപ്പൊ നമുക്ക് ഇത് ആ പാൽക്കപ്പ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി കോമ്പിനേഷൻ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈ ഒരു പൊതി ഐറ്റം. അപ്പൊ നമുക്കിനി ഇവരുടെ ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ഇവരുടെ ഹസി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോ നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസുള്ള 3 ചിക്കൻ പീസ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡിഗ് ചെയ്ത് നോക്കിയപ്പോ ഇവരുടെ ഒരു മുട്ട വരുന്നുണ്ട്. ഇതിന്റെ കൂടെ പപ്പടം വളരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചമ്മന്തി എടുത്തിടാം. പിന്നെ ഇവരുടെ അച്ചാറ്, അത് ഈന്തപ്പഴം അച്ചാറാണെന്ന് തോന്നുന്നു, അത് കുറച്ചെടുത്തിടാം. പിന്നെ കുറച്ച് റൈത്തയും ഒഴിച്ച് ആ ചിക്കനിൽ നിന്നും ചെറിയൊരു കഷ്ണം പൊട്ടിച്ച്, ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ദം കുക്ക് ചിക്കൻ. പിന്നെ ആ മുട്ടയിൽ നിന്നും കുറച്ചെടുത്ത്, പിന്നെ ആ ഈന്തപ്പഴ അച്ചാറിൽ നിന്നൊരു ഈന്തപ്പഴ പീസ് എടുത്ത് കുറച്ച് ചമ്മന്തിയും കൂട്ടി ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ്. മസാല അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇത് കണ്ടപ്പോ തന്നെ വായിൽ നിന്നും വെള്ളം ഓറുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് ബ്രെഡ് ഐറ്റംസും അതിലേക്കുള്ള കറിയുമാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ മടക്ക് ചപ്പാത്തി. നല്ല സൈസ് ഉണ്ട്. ഒരെണ്ണത്തിന് 20 രൂപയാണ് വരുന്നത്. ഇതും പല വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ സൈഡൊക്കെ മടക്കി ചുടുന്നത് കൊണ്ടാണ് തോന്നുന്നു ആ ഒരു മടക്ക് ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പൊട്ടിച്ച് ഇവരുടെ ചിക്കൻ കറി, അതായത് നല്ല നാടൻ ചിക്കൻ കറിയാണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഇവർ സജസ്റ്റ് ചെയ്തത്. ഒരു പോർഷന് ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. അതിൽ അത്യാവശ്യത്തിന് നല്ല വലിയ 3 പീസ് ഉണ്ട്. നമുക്കൊരു പീസ് എടുത്ത് കുറച്ച് കറിയും ഒഴിച്ച് മടക്ക് ചപ്പാത്തിയുടെ ചെറിയ കഷ്ണം, ചിക്കന്റെ ചെറിയ കഷ്ണം, ആ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാം. നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി, അത് ആ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ സ്പെഷ്യൽ ബ്രെഡ് ഐറ്റം ആണ്. ഇതാണ് ഇവരുടെ സിലോൺ പൊറോട്ട. ഒരെണ്ണത്തിന് 25 രൂപയാണ് വരുന്നത്. പക്ഷെ ഇത് കാണുന്നത് പോലെയല്ല, മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ മടക്ക് തുറന്നു നോക്കുമ്പോ നല്ലൊരു ജയന്റ് പൊറോട്ടയാണ് കിട്ടുന്നത്. ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വീഷ് പൊറോട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാവുന്ന ഒരു ഐറ്റം പോലെ തോന്നി. നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഇതിൽ നിന്നും ചെറിയൊരു കഷ്ണം എടുക്കാം. നല്ല ഫ്ലേക്കി ആൻഡ് ക്രിസ്പി പൊറോട്ട പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് അതും ആ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല ക്രിസ്പി ആൻഡ് ഫ്ലേക്കി പൊറോട്ട, നല്ലൊരു കോമ്പിനേഷൻ. ശരിക്കും ബീച്ച് പൊറോട്ട പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇതാണ് മോനെ നേരത്തെ വന്ന ആ കോഴി ഫ്രൈ. ഇതാണ് ഇവരുടെ കോഴി നിർത്തി പൊരിച്ചത്. നല്ല ടെംപ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ഒരു ഫുൾ കോഴി ഇവരുടെ സ്പെഷ്യൽ മസാല മാരിനേഷനോട് കൂടി ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിഡിലൻ സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി. കാരണം മിക്ക സ്ഥലത്തും ഈ ഒരു ഐറ്റം അവർ സെർവ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കുഞ്ഞിക്കോഴി അല്ലെങ്കിൽ നാടൻ കോഴിയാണ് ഇവർ സെർവ് ചെയ്യുക. പക്ഷെ ഇവിടെ ഷവായൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ വലിയ കോഴി തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന അണിയൻ സാലഡിൽ നിന്നും ഒരു അണിയനും കുറച്ച് ചിക്കൻ പീസസും എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിഡിലോസ്കി ഐറ്റം മോനെ, അടിപൊളി, ഒരു രക്ഷയുമില്ല. ഇത്രയും നല്ല കോഴി നിർത്തി പൊരിച്ചത് ഇപ്പൊ അടുത്തൊന്നും എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അതായത് പുറത്ത് നല്ല മൊരിവോടുകൂടി പൊരിച്ചെടുത്തതാണെങ്കിൽ ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് ഫ്ലഷി ചിക്കനാണ്. പിന്നെ ചിക്കന്റെ ഏത് ഭാഗത്ത് എടുത്ത് നോക്കിയാലും ഫ്ലഷ് ഒക്കെ ശരിക്കും മൊരിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഫ്രൈ ആണ്. ചിക്കൻ ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അടുത്തത് നമുക്ക് നേരത്തെ വന്ന ഇവരുടെ ഈ പൊതി ഐറ്റം ഒന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോ നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ട്. അപ്പോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഊഹം കിട്ടിക്കാണും. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ പൊതി പൊറോട്ട. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പൊറോട്ട ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ഇതിൽ നിന്നും ആ അരോമ കിട്ടിയപ്പോ മനസ്സിലായി നേരത്തെ തന്ന അതേ വറുത്തരച്ച കോഴിക്കറിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. 2 പൊറോട്ടയുണ്ട്. 2 പൊറോട്ടയുടെ ഇടയിലും അതേപോലെ അതിന്റെ മേലെയും അത്യാവശ്യത്തിന് 3-4 വലിയ കഷ്ണം ചിക്കനും ഉണ്ട്. ഇവർക്ക് ഇതേപോലെ തന്നെ വെജിലും എഗ്ഗിലും ബീഫിലും മട്ടനിലും പൊതി പൊറോട്ട വരുന്നുണ്ട്. 2 പൊറോട്ടയും ആ വറുത്തരച്ച ചിക്കൻ കറിയിൽ കുതിർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പൊറോട്ടയും കുറച്ച് ചിക്കൻ പീസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതേ കറി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. ചിക്കൻ ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ടീ ടൈം ആയപ്പോ ഇവർ സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ നല്ല ചൂട് സ്നാക്സ്. അപ്പൊ ആദ്യം റെഡി ആയി കഴിഞ്ഞത് ഇവരുടെ നല്ല ചൂട് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇവരിവിടെ ഏത് സ്നാക്സ് സെർവ് ചെയ്യുമ്പോഴും സെറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. അപ്പൊ നമുക്ക് ആ ചിക്കൻ കട്ട്ലേറ്റും ഇതിന്റെ കൂടെ വരുന്ന അണിയൻ സാലഡും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല ചൂട് ക്രിസ്പി കട്ട്ലേറ്റ്, അതായത് വീട്ടിലുണ്ടാക്കുന്നത് പോലെ ചിക്കന്റെ പീസ് തന്നെയായിരുന്നു കൂടുതലും, അരപ്പല്ല. പിന്നെ ഇതിന്റെ കൂടെ പെട്ടെന്ന് റെഡി ആയത് ഇവരുടെ സമോസയാണ്, ചിക്കൻ സമോസ. ഇതും നല്ല ക്രിസ്പി ആയിരുന്നു, കുറച്ച് ഓയിലി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇതിലും പീസസ് ആണ് വരുന്നത്. ഫൈനലി ഇവരുടെ കുറച്ച് ജ്യൂസസും പുഡിങ്സുമാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ ഇളനീർ പുഡിംഗ്. 2 ലെയർ ആയിട്ടാണ് ഈ പുഡിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നിന്നും കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ശരിക്കും ഒരു ഹോം മെയ്ഡ് പുഡിംഗ് പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് താഴെ കരിക്കിൻ വെള്ളം ഹാർഡൻ ചെയ്തതും മേലെ സോഫ്റ്റ് കരിക്കിൻ പീസും ആയിട്ടുള്ള ഒരു ഫൈൻ പുഡിംഗ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ നട്ട്സ് പുഡിംഗ് ആണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം ഇതിൽ ഒരുപാട് നട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ പുഡിംഗ്. എനിക്കിതാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല സ്വീറ്റ് പുഡിങ്ങിന്റെ കൂടെ നട്ട്സും കൂടി കൂട്ടി കഴിക്കുമ്പോൾ വേറൊരു ലെവൽ ഫീലാണ്. ഒരു മസ്റ്റ് ട്രൈ പുഡിംഗ് തന്നെയാണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ പൈനാപ്പിൾ പുഡിംഗ് ആണ്. ഇതിലും 2 ലെയർ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മേലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ഇതിന്റെ താഴെ വരുന്നത് പൈനാപ്പിൾ പൾപ്പ് ഹാർഡൻ ചെയ്തതാണ്. ശരിക്കും ഇത് കഴിക്കുമ്പോൾ ഒരു പാം റോസ് പുഡിംഗ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു 2 കോൾഡ് ബെവറേജസ് ആണ് ഓർഡർ ചെയ്തത്. അതിൽ ആരോ റൂട്ട് മിൽക്ക് ആണ് ഈ കാണുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റി, നല്ലൊരു റീസണബിൾ റേറ്റ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു സിപ്പ് എടുത്ത് നോക്കാം. ഇത് കുടിക്കുമ്പോൾ തന്നെ ശരീരത്തിന് നല്ലൊരു സുഖമുള്ള തണവ് കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല ചിൽഡായി സെർവ് ചെയ്ത കൂവപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മിൽക്കാണ്. ഇവിടെ വരുമ്പോൾ ഇതൊരു മസ്റ്റ്
ബെസ്റ്റ് ഐറ്റം തന്നെയാണ്. അങ്ങനെ ഫൈനലി ട്രൈ ചെയ്തത് ഇവരുടെ ഇളനീർ ജ്യൂസാണ്. അപ്പൊ നമുക്ക് ഇതൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല നാച്ചുറൽ കരിക്കിന്റെ കഷ്ണങ്ങളും കരിക്കിൻ വെള്ളവും മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫൈൻ ജ്യൂസ്. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ നാടൻ വെടിക്കെട്ട് ഫുഡ് എക്സ്പീരിയൻസ് തന്നെ എന്ന് പറയാം ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഇത്രയധികം വെറൈറ്റിയിലുള്ള നാടൻ ഐറ്റംസ് വേറെ എവിടെയും കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചേച്ചിമാരുടെ സർവീസ് ആണ്. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയി പുഞ്ചിരിയോട് കൂടിയാണ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ആകെപ്പാടെ ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. അതിപ്പോ അവരുടെ ആംബിയൻസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും സർവീസ് ആയാലും ഇവിടെ സെർവ് ചെയ്യുന്ന ഫുഡിന്റെ ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും ടേസ്റ്റ് ആയാലും എല്ലാം വളരെ മികച്ചതാണ്, ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടത്തെ വളരെ അഫോർഡബിൾ റേറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോ പാലക്കാട് ടൗണിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റ് എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസ്റ്റോറന്റിന് നേരെ മുമ്പിൽ ഇവർക്ക് ഒരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.